ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ ശാന്തികൃഷ്ണ മാമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറേ ലോസ് ഉണ്ട്. അപ്പോൾ ഇവർ കണ്ണാടി നോക്കിയിട്ട് ശാന്തി യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അതാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ ഡിഏജിങ് ആയിട്ട് അവർ വർക്കായെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് ബോഡി ഷെയ്മിങ് അനുഭവിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആദ്യമൊക്കെ സമയത്ത് നമുക്ക് ഭയങ്കര വിഷമത്തേക്ക് ഇവർ എന്തിനാ ഇങ്ങനെ പറയുന്നത്, എന്നെ ഇവരെ അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് പോകണമെന്ന് ഇവർ മനസ്സിലാക്കാതെയല്ലേ ഇത് പറയുന്നത്. ചില ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും കഴിക്കുന്നതൊക്കെ ഇച്ചിരി കുറയ്ക്കുക എന്ന് പറയും. ബട്ട് സ്റ്റിൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ വായുവും വെള്ളവും മാത്രമാണ് കഴിക്കുന്നത്. ബട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സർജറി ഉണ്ടായി, അപ്പോൾ അതിനെടുക്കുന്ന സ്റ്റിറോയിഡ്സ് കാരണം എന്ത് ചെയ്താലും വെയിറ്റ് ലോസ് ആവുന്നില്ല എനിക്ക്. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് ഗിവ് എ എനിക്ക് എന്നെ അറിയാം. ഞാൻ ആരെയും എനിക്കിതാണ് പറ്റിയതെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഭയങ്കര വണ്ണമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ പറയുന്നത് നമ്മൾ എടുത്തോളണം, തിരിച്ച് നമ്മൾ പറയുന്നത് എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവരിങ്ങനെ അതിന് അല്ല പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനും പറഞ്ഞതേ ഉള്ളൂ. അതും അവർ പറഞ്ഞതിനേക്കാളും ഹേർട്ട്ഫുൾ ആണ് നമ്മൾ തിരിച്ചു പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയി ഞാൻ അറിയാതെ. സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്കറിയാം അത് വേറൊരു ലൈഫാണ്, അതിലേക്ക് പോവാൻ ഇപ്പോഴും ഞാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റാത്ത, അത് എൻ്റെ ഒരു കുറവാണോ എൻ്റെ ഒരു നല്ല കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയ ഞാൻ വേറൊരു ഏലിയൻ വേൾഡായിട്ടേ കാണുന്നുള്ളൂ. എൻ്റെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ 1% പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഇൻ്റർവ്യൂസ് വന്ന് ചോദിക്കും അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എൻ്റെ പ്രൊഫഷനാണിത്, അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എസ്പെഷ്യലി അങ്ങനെ വേണമെങ്കിൽ അവരോട് ചോദിക്കണം, അവരുടെ പെർമിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും അതിൽ താല്പര്യപ്പെടുന്നില്ല. റീസെൻ്റ്ലി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അവരെ കൊണ്ടുവരാൻ താല്പര്യമില്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും കാമാക്കി വെക്കുക. നമ്മളെ ഒരു സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ ഒരു സെൽഫ് ലവിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ല. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഗ്രേസ്, ഈ ആക്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റഡ് ആവുക, ഈവൺ ഇഫ് നമുക്ക് സെലിബ്രേറ്റഡ് ആവാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും അവിടെ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. നമ്മുടെ ഇമോഷണൽ ഇൻബാലൻസ് എന്ന് പറയുന്ന കാര്യത്തെ ആളുകൾ എത്രമാത്രം മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം സെലിബ്രേറ്റ് ആയി എന്ന് മനസ്സിലാക്കിയൊരു മൊമെൻറ്റിൽ ഉള്ളിലൊരുപാട് നമ്മൾ ഓക്കെ അല്ലെങ്കിലും പുറത്ത് ഓക്കെ ആണെന്ന് കാണിക്കേണ്ട അവസ്ഥകളുണ്ട്. അതിനിപ്പോൾ ഗ്രേസ് ഓക്കെ ആണോ അങ്ങനത്തെ സിറ്റുവേഷൻസിനോട്? തുടക്കത്തിലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാവരും എന്നെ തിരിച്ചറിയുന്നു, അതായിരുന്നല്ലോ ആഗ്രഹം. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാ ആക്ടേഴ്സിനും ഉള്ളതാണ് ഒരു സ്റ്റേജിലൂടെ കടന്നു പോകും നമ്മൾ. അതായത് നമ്മൾ ഇപ്പം എന്നെ ആരും ശ്രദ്ധിക്കില്ലേ എന്ന് പറയുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്, ഇവിടെ ചിരിച്ച് നിൽക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. അത് ഈവൻ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അന്നത്തെ ദിവസം ഒരു കോമഡി സീനാണെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ. അത് പ്രൊഫഷനിലും അങ്ങനെയാണ്, വെളിയിൽ ഇറങ്ങിയാലും അങ്ങനെയാണ്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളത് യൂസ്ഡ് ആയിട്ട് നമുക്കതൊരു നോർമൽ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. പക്ഷേ നമുക്ക് അങ്ങനെ പോവാനോ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ നിന്ന് പോകാൻ പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അന്ന് അതൊരു ഭയങ്കര കോമഡി സിനിമയാണ്, കോമഡി ആയിട്ട് തമാശ ചെയ്യേണ്ട സീനാണ്. നമുക്ക് എന്തെങ്കിലും കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, ചിരിച്ച് ബിഹേവ് ചെയ്യുക, അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മാറിയിരുന്ന് കരഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എന്നാലും ഹലാൽ ലവ് സ്റ്റോറി ചെയ്യണ സമയത്ത് അതിലൊരു പർട്ടിക്കുലർ സീനുണ്ട്, ഞാൻ കരഞ്ഞ് ഇമോഷണൽ ആവുന്ന ഒരു സീനുണ്ട്. ആഫ്റ്റർ മെഡിറ്റേഷൻ. അതെ. ബ്യൂട്ടിഫുൾ സീൻ, അടിപൊളി സീൻ. ആ സീൻ ചെയ്യണ സമയത്ത് എനിക്ക് എന്ത് ചെയ്താൽ ആക്ഷൻ പറയുമ്പോൾ കരയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ അഭിനയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്.
അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ വരുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ, അപ്പം നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലുള്ള എന്തെങ്കിലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാമല്ലോ. അതിന് ഒരുപാട് ട്രോൾസൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റിയൽ ആയിരിക്കും. പക്ഷേ ആ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റൂല. അപ്പം ഞാൻ ഈ ഷോട്ടിന് മുന്നേ ഞാൻ അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നോട് മിണ്ടരുത്, എന്നോട് സംസാരിക്കാൻ വരരുത്, ആരെങ്കിലും എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ അമ്മ ഒന്ന് മാറ്റി നിർത്തിയേക്കണം. കാരണം ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ടാണ് സെറ്റിലേക്ക് ചെല്ലണത്. അപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് മാറ്റിയേക്കണം. അന്ന് ഞാൻ വലിയ നടിയൊന്നുമല്ല എൻ്റെ അടുത്തേക്ക് വരാൻ. ഇൻ കേസ് അസിസ്റ്റന്റ് ഡയറക്ടർ വന്നാൽ പോലും മോനെ അവളങ്ങ് വന്നേക്കും കേട്ടോ എന്നൊന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഇതെന്താ ഞാൻ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഈ ലൊക്കേഷനിൽ ഇറങ്ങുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അന്ന് അവിടെ ഒരുപാട് ചേച്ചിമാരെല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാവരും കൂടെ എൻ്റെ അടുത്തേക്ക് വരുവാണ് സ്നേഹപ്രകടനത്തിന് വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഒരു മനുഷ്യരും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം എല്ലാവരോടും വന്നിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ, ഞാൻ ഇങ്ങനെ പൊട്ടാൻ നിൽക്കണ പോലെ നിൽക്കുക. അപ്പോൾ ഇവർ പെട്ടെന്ന് കാണുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ കലങ്ങി നിൽക്കുക. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇതിൻ്റെ എന്നാ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ വളർത്തിങ്ങനെ കിള്ളിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ കുടുകൂടാന്ന് ഇങ്ങനെ കരഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ ചേച്ചി ഞാൻ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുമോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി അങ്ങ് ഭയങ്കര വല്ലാണ്ടായിപ്പോയി. പുള്ളിക്കാരി അത് പ്രതീക്ഷിക്കുന്നില്ല, പുള്ളിക്കാരി പിച്ചീതിൻ്റെ ആണോ ഇനി ഞാൻ കരഞ്ഞതെന്നൊക്കെ ഉള്ള ഇതായിപ്പോയി. അങ്ങനെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയി നേരെ അഭിനയിച്ച് തിരിച്ചു വന്നു. പിന്നെ ഞാൻ തിരിച്ചു നോക്കി പുള്ളിക്കാരി കണ്ടില്ല അവിടെ. പക്ഷെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മെത്തേഡ് ആക്ടർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ചില സമയത്ത് അത് ഭയങ്കരമായിട്ട് നമുക്ക് വർക്കാവും, ചില സമയത്ത് അത് ഭയങ്കര ആ സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില സെറ്റുകളൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും. ആ സെറ്റ് നമുക്ക് അതിനനുസരിച്ച് ആ എൻവയോൺമെന്റ് നമ്മുടെ കൂടെ കൂടണം. ഡയറക്ടേഴ്സ് വില്ലിങ് ആയിരിക്കണം അത്രയും സമയം തരാൻ. സമയമില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നോട് സക്കറിയൊക്കെ പറഞ്ഞത് എത്ര വേണമെങ്കിലും സമയം എടുത്തോ, ഗ്രേസ് റെഡി എന്ന് പറയുന്ന സമയത്ത് ഞാൻ റോൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും സമയം എനിക്ക് തന്നിട്ടാണ് ആ സീൻ അങ്ങനെ വന്നത്. പക്ഷെ അത് എല്ലാ സെറ്റിലും വർക്കായി എന്ന് വരില്ല. അതുപോലെ തന്നെ ലൈഫിലും നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നല്ല ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കില്ല ആ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യണത്. സ്റ്റിൽ നമ്മൾ ചിരിച്ച് നിൽക്കണം. സ്റ്റിൽ നമ്മൾ ചില ആൾക്കാർ ചോദിക്കും ഒന്ന് ചിരിച്ചുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചായിരുന്നു, തോന്നിയില്ല എന്ന് പറയും. നമ്മൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ അത് വന്നെന്ന് വരില്ല. അപ്പം എന്നോട് ഇന്ദ്രേട്ടനും ഹലാലിൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു ഇന്ദ്രേട്ടൻ, എനിക്കും അങ്ങനെ ചിരിക്കാൻ പറ്റില്ല, എന്നെ അറിയാത്ത ആൾക്കാരോട് എനിക്കിങ്ങനെ അവർക്ക് എന്നെ അറിയാം, പക്ഷെ എനിക്ക് അവരെ അറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും, ചിരിക്കും, അല്ലാണ്ട് എന്ത് ചെയ്യും എന്ന് പറയും. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കില്ല എന്നാണ് അതും നല്ലതല്ലല്ലോ. കാരണം ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും വളർന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചിരിക്കാൻ പറ്റില്ല, ഞാൻ വേറെ ഇതില്ല എന്ന് പറയാനും നമുക്ക് പറ്റില്ല. അപ്പം എല്ലാരെയും ഒരു എന്താ പറയാ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പോവുക. അതിന് പറ്റാവുന്നത് നമ്മളെ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാന്നുള്ളത് മാത്രം.